എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയൊക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശ്രുതിനെ കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്തപ്പോഴത്തേനും ശ്രുതി കോൾ എടുത്ത് നോക്കിയിട്ട് ശ്രുതിയാണല്ലോ വിളിക്കുന്നത്. എന്താ ശ്രുതി, എന്താ വിളിച്ചതെന്ന് ചോദിക്കണം. അതെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയണം. എന്താ പറഞ്ഞു? അത് ഇവിടെ ഇപ്പം വേണ്ട, ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല. എനിക്ക് ശ്രുതിനെ നേരിട്ടൊന്ന് കാണണമെന്ന് പറയാം. അല്ല, അതെന്താ നേരിട്ട് പറയാനിട്ടുള്ളത്? അതൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. അല്ല, എവിടെ വെച്ച് കാണണമെന്നാ പറയണേ? അങ്ങനെ ശ്രുതി എവിടെ വെച്ച് കാണണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പറഞ്ഞ് വരത്തില്ലേന്ന് ചോദിക്കണം. ശരി ശരി, ഞാൻ വന്നേക്കാന്നൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന സച്ചി രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ വൈകുന്നേരത്തെ പാർട്ടിയുടെ കാര്യം മറക്കണ്ടെന്ന് പറയണം. രേവതി പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറയണം. അതെങ്ങനെ ശരിയാവും? ഞാൻ അവന്മാരോട് പറഞ്ഞു പോയി നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന്. എൻ്റെ ഫ്രണ്ട്സ് ആദ്യമായിട്ട് എനിക്കൊരു പാർട്ടി തരുന്ന, അപ്പം അതുകൊണ്ട് നമുക്ക് പോകണമെന്ന് പറയാണ്. അവസാനം രേവതി മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു. അപ്പോൾ ഒരു കോഫി ഷോപ്പിൽ ചെന്ന് അവർ സംസാരിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതിക്ക് ബുദ്ധിമുട്ടായോ? ശ്രുതിക്ക് വേറെ വല്ല തിരക്കെന്തെങ്കിലും ഉണ്ടായിരുന്നോ? വല്ല ജോലി തിരക്കുകൾ എന്തെങ്കിലും? പിന്നെ എനിക്കാ തിരക്ക്. ഒന്നാമത്തെ കാര്യം കാല് വയ്യാതിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഒരു ജോലി പോലും ഇപ്പോഴും ആയിട്ടില്ല. ഒരു കാര്യം ചെയ്യും, ശ്രുതിയുടെ വകുപ്പിൽ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് താട്ടെ. ശ്രുതിക്ക് അറിയാവുന്ന കമ്പനി വല്ലതും കയറാൻ പറ്റുമെങ്കിൽ എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറയണം. ശ്രുതി പറഞ്ഞു, എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെറാപ്പിയും ബ്യൂട്ടീഷ്യനും ഒക്കെ അല്ലേ. അവിടെ ശ്രുതിക്ക് എന്താ ജോലി ഇരിക്കണമെന്ന് ചോദിക്കണം. അല്ല, പരിചയക്കാരല്ലോ കാണൂലേ, അവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തി തരാൻ പറ്റില്ലെന്ന് ചോദിക്കണം. നമുക്ക് ആലോചിക്കാമെന്ന് പറയണം. എന്താ ഞാൻ വിളിച്ച ബുദ്ധിമുട്ടാന്ന് ചോദിക്കണം. എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ വെറുതെ വീട്ടിലാണെങ്കിൽ വെറുതെ കുത്തിയിരിക്കുമല്ലേ, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന് പറയാം. അല്ല, എന്തിനാ ഇപ്പം വിളിച്ച? എന്നെ കാണണമെന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെന്ന് ചോദിക്കും. ഒരു കാര്യമൊക്കെ തന്നെയായിരുന്നു. ഒരു ജോലി ഉണ്ടെന്ന് പറയും. ജോലിയോ? കൊള്ളാലോ, ശമ്പളം കിട്ടുമോ? വൈകുന്നേരം ആകുമ്പത്തേനും ജോലി ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വൈകുന്നേരം ആകുമ്പത്തേനും എനിക്ക് പൈസ കിട്ടണമെന്ന് പറയാം. ശ്രുതി പറഞ്ഞു, ഇത് പൈസ കിട്ടുന്ന ജോലിയൊന്നുമല്ല. എൻ്റെ കൂടെ വരുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പത്തേ നല്ല അടിപൊളി ഡിന്നർ ഞാൻ വാങ്ങിത്തരാമെന്ന് പറയണം. അത് കൊള്ളാലോ, പൈസ ഇല്ലാതെ പിന്നെ ഡിന്നറോ? അതെ അതെ, ശ്രുതി ഇതുവരെയായിട്ടും കഴിക്കാത്ത നല്ല അടിപൊളി വിഭവങ്ങളായിരിക്കും കിട്ടാൻ പോണേന്ന് പറയണം. അത് കൊള്ളാലോ, അതെന്ത് ജോലിയാണെന്ന് ചോദിക്കണം. അതോ, ആ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ ശ്രുതിക്കൊന്നും തോന്നരുത്. അല്ല, കാര്യം പറ, എന്ത് ജോലിയാ എന്നല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു മാഡത്തെപ്പറ്റി, ഞാൻ ഇടയ്ക്ക് ജോലി ചെയ്യാൻ വർക്ക് ചെയ്യാൻ പോകുന്നേ. അപ്പോൾ അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് വേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അവരോട് ഞാൻ പറഞ്ഞേക്കുന്ന എൻ്റെ കല്യാണം കഴിഞ്ഞാൽ. അതിന് കാരണം ആരാ? ശ്രുതിയാ. ശ്രുതി നേരത്തെ ഫോൺ വിളിച്ചിട്ട് അവരുടെ പിയോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ കല്യാണം കഴിഞ്ഞത്. അതാ മാഡ പറഞ്ഞു. അപ്പം ഇനി എൻ്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ആകെപ്പാടെ പെട്ടുപോയി. എനിക്ക് ഭർത്താവില്ല എന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയാവുന്നല്ലേന്ന് ചോദിക്കും. അതിന് ശ്രുതി എനിക്ക് കുറച്ച് സമയം എൻ്റെ ഭർത്താവായിട്ടൊന്ന് അഭിനയിക്കണമെന്ന് പറയാം. ഞാൻ അഭിനയിക്കാനോ? ഭർത്താവായിട്ട്? കൊള്ളാം, നല്ല കഥയായെന്ന് പറയാം. ശ്രുതി എന്തൊക്കെയായി പറയണമെന്ന് ചോദിക്കണം. പറ്റില്ലെന്ന് പറയരുത് പ്ലീസ്. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വർക്ക് തരുന്ന മാഡം അത്. ഇനിയിപ്പോൾ മാഡത്തിന് ആ ഫംഗ്ഷൻ എന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ മാഡം അത് മതി. ഇനിയിപ്പോൾ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം. എനിക്ക് തന്നെ പോകാനും പറ്റില്ല, അതുകൊണ്ടാന്ന് പറയണം. കുറച്ച് സമയത്തേക്കൊന്നും അഭിനയിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അഭിനയം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഫുഡും കിട്ടും. അതും കഴിച്ചിട്ട് ഇങ്ങോട്ട് പോരാന്നേ. ഇപ്പോൾ ആരറിയാനാന്ന് ചോദിക്കണം. എനിക്കൊന്നും പറ്റില്ല, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയാം. ശരിയെന്നാ, ശ്രുതിക്ക് പറ്റില്ലെങ്കിൽ വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, ഇതിനു മുമ്പ് ശ്രുതി കോളെടുത്തിട്ട് ഭർത്താവാന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഭയങ്കര ധൈര്യമായിരുന്നല്ലോ. ഇപ്പം അതിൻ്റെ പകുതി ധൈര്യം കാണുന്നില്ലോ എന്ന് പറയാണ്. പിന്നീട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചു, അല്ല ഇപ്പം അഭിനയിക്കുന്നതുകൊണ്ട് എന്താ തെറ്റിരിക്കുന്നത്? എന്നാൽ അഭിനയിച്ചിട്ട് തന്നെ കാര്യം. ശ്രുതി പറഞ്ഞു, ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എപ്പോൾ വരണം എവിടെ വരണം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് സന്തോഷമായി. അപ്പം നമുക്ക് വൈകുന്നേരം കാണാം ആ പാർട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പിരിയുവാണ്. അതിനുശേഷം കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിനെയും കൂട്ടിയിട്ട് സച്ചി നേരെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കൂട്ടുകാരൻ വന്ന് ഗേറ്റൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതേ കയറി പോരട്ടോ, എൻ്റെ ഭാര്യ ഇവിടെ ഇല്ല, അവളുടെ വീട്ടിൽ പോയേക്കോ എന്ന് പറയുവാണ്. ശരി ശരി എന്ന് പറഞ്ഞാൽ സച്ചി രേവതിനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അന്നേരം ബാക്കി ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് വന്നു. അതിനുശേഷം സച്ചി ഓരോരുത്തരെ പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെ പേര് പറഞ്ഞ് രേവതി പറഞ്ഞു, നിങ്ങളെ എല്ലാവരെക്കുറിച്ചും വീട്ടിൽ പറയാറുണ്ട് സച്ചി എന്ന് പറയണം. പറയാറുണ്ടല്ലേ? അതൊന്നും വിശ്വസിക്കില്ല കേട്ടോ പെങ്ങളെ, ഇവൻ പറയുന്നതെല്ലാം കള്ളത്തരമായിരിക്കും ഞങ്ങളെക്കുറിച്ച്. അതല്ല, ചീത്ത കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, നല്ല കാര്യങ്ങളാ. എന്നാ വിശ്വസിച്ചോട്ടോ, അന്നാ അത് ഞങ്ങൾ തന്നെ ആയിരിക്കും എന്ന് പറയണം. പിന്നീട് സച്ചി പറഞ്ഞു, എടാ പെട്ടെന്ന് പാർട്ടിയൊക്കെ നടത്തണം, ഇവിടെ എനിക്ക് നേരത്തെ വീട്ടിൽ കൊണ്ടേ ആക്കണമെന്ന് പറയും. അവൻ്റെ ഒരു ധൃതി കണ്ടില്ല, കല്യാണം കഴിഞ്ഞ പിന്നെ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ പെങ്ങളെ ഇവന്. എന്നിട്ട് കണ്ടല്ലോ, ഒരു നിമിഷം ആരോടും പറയാതെ പെട്ടെന്ന് താലിയും കെട്ടി. കല്യാണം എന്ന് പറയുമ്പോൾ ഇവന് ദേഷ്യപ്പെട്ട് എല്ലാവരും ചീത്ത പറയുന്നവനാന്നൊക്കെ പറയാണ്.
പിന്നീട് സച്ചി പറഞ്ഞു, അതേടാ നമ്മുടെ തലവര നമുക്ക് ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ, അത് എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മുടെ തല കയറിയിരിക്കും എന്ന് പറഞ്ഞു രേവതിനെ നോക്കിയിട്ട്. രേവതിക്ക് ദേഷ്യ സങ്കടം വന്നു. ഇങ്ങോട്ട് കൂട്ടിക്കൊന്ന് ഇനി ഇവിടെ വെച്ചും കൂടെ തന്നെ അപമാനിക്കാനാണോ ഒരു ചിന്ത രേവതിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് രേവതി പറഞ്ഞു, പെങ്ങളെ ഇവന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ ആർക്കെന്ത് സഹായം വെള്ളം ചെയ്യും, പരോപകാരിയാ. പക്ഷെ ദേഷ്യം വന്നാടല്ലോ മൂക്കത്താ ചുണ്ടി, ചെറിയ കാര്യത്തിന് പോലും ചിലപ്പോൾ വള്ളി പിടിക്കുമെന്ന് പറയാണ്. ഞങ്ങൾ ഇവനായിട്ട് സ്കൂൾ കാലം തൊട്ടുള്ള പരിചയം വന്ന ഒരുത്തം പറയാണ്. പിന്നീട് അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതിയോട് ചോദിച്ചു, രേവതിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവന് കൂടുതലും ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പെങ്ങളെക്കുറിച്ച്. ഞങ്ങൾ എന്നോട്ട് പറയുന്നതെന്നറിയോ, ഒന്ന് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തടാന്നൊക്കെ. പക്ഷെ ഇവൻ എന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോയേക്കുക. ഇന്ന് ഇവനെ ഞങ്ങൾ നിങ്ങളുടെ കയ്യോടെ പിടികൂടിയെന്ന് പറയാണ്. കുറേ കാലമായി ഞങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. പിന്നീട് പറഞ്ഞു, അതെ നമുക്കിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അതോർത്ത് നീ വിഷമിക്കണ്ട സച്ചി. ഇവന് ആകെപ്പാടൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിനെ കൂട്ടിക്കൊണ്ട് വരുന്നവരായിരുന്നു. രേവതിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ തന്നെ ഇവനും എന്തൊരു മടിയായിരുന്നു അറിയാവോ. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രം പെങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാണ്. രേവതി ഇതെല്ലാം അങ്ങോട്ട് മിണ്ടാതെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ രേവതിക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ലായിരുന്നു. അതിനുശേഷം പറഞ്ഞു, ഇപ്പൊ വരാതെന്ന് പറഞ്ഞു ഒരുത്തിനകത്തേക്ക് കയറി പോവാണ്. പിന്നീട് ഒരു കേക്കൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുവാണ്. അപ്പോൾ ഹാപ്പി വെഡ്ഡിങ് സച്ചി രേവതി എന്നൊക്കെ എഴുതി പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത്തല്ലേ. രേവതിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ട്രീറ്റ് അത്. ഇതുവരെയായിട്ടും ആരും വിരുന്നിന് വിളിക്കുവോ വിരുന്ന് തരുമോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് സച്ചിയുടെ ഇടയ്ക്ക് കത്തി കൊടുത്തിട്ട് കേക്ക് കട്ട് ചെയ്യടാന്ന് പറയാണ്. സച്ചി തന്നെ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു, എടാ നീ എന്ത് മനുഷ്യനാടാ, എടാ നിന്റെ ഭാര്യയുടെയും കൂടെ കൂട്ടി രണ്ടുപേരും കൂടെ ഒരുമിച്ചാ കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് പറയണം. സച്ചി ഒന്ന് നോക്കി രേവതിനെ. പിന്നീട് വാന്ന് വിളിക്കുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കട്ട് ചെയ്തിട്ട് സച്ചി ഒരു പീസ് എടുത്ത് തൻ്റെ കൂട്ടുകാരൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ ചെന്നു. ആഹാ ഇത് കൊള്ളാലോ, എടാ നിന്റെ ഭാര്യ അടുത്ത് നിൽക്കുന്നേ, ആദ്യം നീ ഭാര്യയ്ക്ക് കൊടുക്കണം, എന്നിട്ടല്ലേ ഞങ്ങൾക്കൊക്കെ തരണ്ടേന്ന് ചോദിക്കുകയാണ്. സച്ചി ചോദിച്ചു, അത് വേണോ? പിന്നെ അത് വേണോന്നോ? പിന്നെ നിന്നെയൊക്കെ പാർട്ടിക്ക് വിളിച്ച് എന്തിനാടാ? പാർട്ടിക്ക് വിളിച്ച് ആദ്യം ഭാര്യയ്ക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ഭാര്യ കഴിഞ്ഞിട്ടേ ഞങ്ങളൊക്കെ ഉള്ളൂ, ആദ്യം ഭാര്യയ്ക്ക് കൊടുക്കാൻ പറയാണ്. അങ്ങനെ രേവതിക്ക് സച്ചി കൊടുക്കുവാണ്. പിന്നീട് രേവതി ഒരു പീസ് എടുത്ത് മുറിച്ച് സച്ചിയുടെ വായിലേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ സന്തോഷകരമായിട്ട് നടന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുത്തം പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ സച്ചി പെട്ടെന്ന് പറഞ്ഞു, അതെ ഇപ്പം തന്നെ അവൻ വരൂ കേട്ടോ, നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് പോവാം, നിനക്ക് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അസ്വസ്ഥത കാണുമല്ലേ. ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ഇവന്മാരുടെ വീട്ടുകാരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവന്മാർ തന്നെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യനും പിള്ളേരും ഒക്കെ കൂട്ടിക്കൊണ്ട് വരുവോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേനും അടുത്തവരും കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവസാനം 3 പേരും പോയി, സച്ചി രേവതിയും മാത്രമായി. അപ്പോൾ സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക രേവതിയോട്. പിന്നെ ഒരുത്തം വന്നു, അതെ ഫുഡ് കഴിക്കാറായി, നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ, ഇപ്പോൾ തന്നെ 10 മിനിറ്റുള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അതിനകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ രേവതി നിർത്തി, ഇവർ ഈ അകത്ത് പോയിട്ട് എന്ത് പരിപാടിയാ? അകത്ത് പോയിട്ട് 3 അവന്മാരും കൂടെ നന്നായിട്ടിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്ത് സച്ചി പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം, ഇവന്മാരവിടെ എന്തെടുക്കുവാന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് ചെല്ലുമ്പോഴോ അവന്മാർ നല്ല മാന്യമായിട്ടിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക. സച്ചി പറഞ്ഞു, കൊള്ളാടാ, എന്നെ അവിടെ വിട്ടിട്ട് നിങ്ങൾ 3 പേരും കൂടെ ഇവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുമല്ലോ എന്ന് ചോദിക്കും. എടാ നിന്റെ ഭാര്യ നിന്റെ കൂടെ ഉണ്ടല്ലോ, അതും ഇന്നിങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് നിന്നെ വിളിക്കാതിരുന്നെന്ന് പറയും. കൊള്ളാം, നല്ല കഥയെ, മര്യാദയ്ക്ക് എനിക്ക് ഊറ്റാൻ പറയണം. വേണ്ട അതൊന്നും വേണ്ട, നീ ഇപ്പോൾ കുടിച്ചാൽ ശരിയാവില്ലെന്ന് പറയും. എടാ നിന്നോട് പറയുന്ന കാര്യം നീ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ഇമ്പത്തിന് ഒരുത്തിനങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് കൂട്ടുകാരൻ. സച്ചി അത് മടമടാന്ന് അങ്ങോട്ട് കുടിച്ചു. എന്നിട്ട് ഒരു ഗ്ലാസ്സോടെ, ദേ വേണ്ട സച്ചി, രേവതി എവിടെയുണ്ട്, എൻ്റെ ദൈവമേ ഇതെങ്ങാനും ഞങ്ങളുടെ പെങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്ന് അതോടുകൂടി തീർന്നു. സച്ചി പക്ഷേ ഒന്നും മൈൻഡ് ചെയ്തില്ല. സച്ചി വീണ്ടും മേടിച്ച് കുടിക്കുക. അങ്ങനെ നല്ല ഫിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് സച്ചി എന്ത് ചെയ്യണം, അകത്തുനിന്ന് ഒരു ബിരിയാണിയൊക്കെ എടുത്തുകൊണ്ട് നേരെ രേവതിയുടെ അടുത്തേക്ക് വരുവാണ്. രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, എന്നാ കഴിക്കണമെന്ന് പറയുകയാണ്. രേവതി സച്ചിനെ ഒന്ന് നോക്കി. രേവതിക്ക് മനസ്സിലായി സച്ചി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. രേവതിക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. രേവതി പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറയണം. അതെങ്ങനെ ശരിയാവും, വന്നല്ലേ ഉള്ളൂ, കുറച്ച് സമയം ഇരിക്കുക, ഈ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നത്. രേവതി പറഞ്ഞു, എനിക്ക് പോകണം എന്ന് പറയണം. ദേ പറയുന്നത് കൂടെ അനുസരിച്ചാൽ മതി, നീ ഈ ഫുഡ് കഴിച്ചിട്ടിരിക്കുക, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സച്ചി വീണ്ടും പോവാണ്. പിന്നെ കുറേ സമയം രേവതി അവിടെ ഇരുന്നു. പിന്നെ സച്ചിനെ കാണുന്നില്ല. അപ്പം രേവതിക്ക് ടെൻഷനായി. രേവതി അങ്ങോട്ട് കഥ തുറന്ന് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ മദ്യപാനവും ഫുഡ് കഴിക്കുക എല്ലാം കൂടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. രേവതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വന്നു. എല്ലാവരുടെയും കൂടി ഇരുന്നിട്ട് സച്ചി ഇങ്ങനെ മദ്യപിക്കുകയും അതിനോടൊപ്പം തന്നെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക. രേവതിക്ക് സഹിക്കാൻ പറ്റുമോ, പാർട്ടിക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാ. രേവതിക്ക് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് രേവതിക്ക് സഹിക്കാൻ പറ്റില്ല. രേവതി പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പോരുവാണ്. ഈ സമയത്ത് സച്ചി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, നിനക്ക് എന്താ വീട്ടിൽ പോകണമെന്ന് ചോദിക്കും.
രേവതി എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകണമെന്ന് പറയാം. വീട്ടിൽ പോകാം, ഒരു കുറച്ചു നേരം കഴിയട്ടെ. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഓസ് കിട്ടിയതാ. അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ പൈസ കൊടുക്കണം ഇങ്ങനെ ഇച്ചിരി മദ്യപിക്കാനായിട്ട് ഒരു കുപ്പി വാങ്ങിച്ചു തരണമെങ്കിൽ. ഇപ്പോൾ ഓസ് കിട്ടിയ സമയത്ത് നീ അതും കുടിക്കാൻ സമ്മതിക്കില്ലേന്ന് ചോദിക്കുകയാണ്. അവിടെ നിൽക്കാൻ പറഞ്ഞ് സച്ചി അങ്ങോട്ട് കയറി പോവുക. രേവതി അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.